ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. 2016 നവംബറിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു വിദ്യാർത്ഥിക്ക് അധ്യാപകൻ എത്രത്തോളം ക്ലാസ് എടുത്ത് പറഞ്ഞു കൊടുക്കുമോ ആ രീതിയിൽ മോദിയോടും മറ്റുള്ള BJP നേതാക്കളോടും മൻമോഹൻ സിംഗ് പറഞ്ഞു കൊടുത്തു. GDP തകർച്ചയിലേക്ക് പോകും, രാജ്യത്ത് തൊഴിലില്ലായ്മ രൂപപ്പെടും, രാജ്യത്തിന്റെ വ്യവസായങ്ങൾ തകർക്കപ്പെടും, രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കടന്നു പോകുമെന്ന് വളരെ വ്യക്തമാക്കി പറഞ്ഞു. അപ്പോൾ BJPയുടെ നേതാക്കന്മാർ പറഞ്ഞു, നരേന്ദ്രമോദിജി അങ്ങ് സ്വിസ് ബാങ്കിൽ നിന്ന് കള്ളപ്പണം കൊണ്ടുവരും, രാജ്യത്തെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ പണം നൽകുമെന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ചു. അത് കഴിഞ്ഞ് സാമ്പത്തിക വിദഗ്ധന്മാർ വന്നു പറഞ്ഞു രാജ്യം പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുമെന്ന്. ആരും കേട്ടില്ല. ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസം പോലും മൻമോഹൻ സിംഗ് പറയുന്നുണ്ട്, കേന്ദ്രം ശക്തമായ ഇടപെടൽ നടത്തിയിട്ടില്ല എങ്കിൽ വലിയ ദുരിതം മുന്നിൽ കാണേണ്ടി വരുമെന്ന് മൻമോഹൻ സിംഗ് വളരെ വ്യക്തമാക്കി പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ നിർമ്മല സീതാരാമൻ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു, അങ്ങനെ ഒരു സാമ്പത്തിക മാന്ദ്യം രാജ്യത്തില്ല എന്ന്. രാജ്യത്തെ ഓട്ടോമൊബൈൽ വ്യവസായം തകർന്ന് തരിപ്പണമാകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു രാജൻ വധേര വളരെ വ്യക്തമാക്കി തകർച്ചയുടെ അനുഭവങ്ങൾ ഡൽഹിയിലെ അവരുടെ കൂട്ടായ്മയിൽ വെച്ച് തുറന്നു പറഞ്ഞത്. എന്നാൽ ഇതൊന്നും ചെവികൊള്ളാൻ തയ്യാറാവാതിരുന്ന BJPയുടെ നേതാക്കന്മാരുടെ മുന്നിൽ RBIയുടെ പുതിയ റിപ്പോർട്ട് മുന്നിൽ കൊണ്ടുപോയി വെക്കുകയാണ്. എന്തുണ്ട് ഈ റിപ്പോർട്ടിനെ കുറിച്ച് പറയാൻ? RBI വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്, അതായത് രാജ്യത്ത് ഉപഭോഗം കുറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ കാരണം നോട്ട് നിരോധനമാണ്. സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തിക പ്രതിസന്ധി രാജ്യം ഇപ്പോൾ നേരിടാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ പുത്തൻ പരിഷ്കാരമായിട്ടുള്ള നോട്ട് നിരോധനമാണ്. ഈ നോട്ട് നിരോധനം മൂലമുണ്ടായ പ്രതിസന്ധികളെ പരിഹരിക്കാൻ കേന്ദ്രത്തിന് സാധിച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് RBIയുടെ റിപ്പോർട്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് പോലെ ഇനിയെങ്കിലും നിങ്ങൾ നേരെ പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ രാജ്യം വലിയ ദുരിതത്തിലേക്ക് കടന്നു പോകും. ഡോക്ടർ മൻമോഹൻ സിംഗ് അടക്കമുള്ളവരുടെ ഉപദേശം തേടാൻ ശിവസേന പോലും തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ തയ്യാറാവാതിരിക്കുന്നത് നിങ്ങൾക്ക് പ്രാധാന്യം രാജ്യമല്ല, മറിച്ച് വ്യക്തികളാണ്, നിങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ്. ഉടൻ തന്നെ മൻമോഹൻ സിംഗിനെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധരെ സമീപിച്ചില്ല എന്നുണ്ടെങ്കിൽ രാജ്യം കടുത്ത ദാരിദ്ര്യത്തിലേക്ക് കടന്നു പോകും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.
നമസ്കാരം.